ദൈവത്തിനൊരു വ്യവസ്ഥ അവരോടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് വ്യവസ്ഥ എന്നറിയാമോ? ലേവ്യ പുസ്തകം 25-ാം അധ്യായം 26-ാം അധ്യായം, സമയക്കുറവുകൊണ്ട് വായിക്കുന്നില്ല. ഈ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവർ ശബത്തിനെ ഹല്ലേലൂയ പ്രമാണിച്ച് ഹല്ലേലൂയ ദിവസങ്ങളുടെയും ആഴ്ചകളുടെയും മാസങ്ങളുടെയും വർഷങ്ങളുടെയും ശബത്തുകൾ ആചരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണമനുസരിച്ച് അവർ മുൻപോട്ട് പോകണം എന്നുള്ള ദൈവത്തിന്റെ വ്യവസ്ഥയെ അവർ ലംഘിച്ച കാരണത്താൽ ഹല്ലേലൂയ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ലോകജാതികൾക്ക് ചവിട്ടി മെതിച്ചു കളവാൻ തക്കവണ്ണം യഹൂദനെ ദൈവം താഴ്ത്തി കളഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. എവിടെയാണ് ജാതികളുടെ കാലം ആരംഭിക്കുന്നത്? ആവർത്തന പുസ്തകം 28-ാം അധ്യായം 44-ാമത്തെ വാക്യം വായിക്കുമ്പോഴാണ് ജാതികളുടെ കാലം തുടങ്ങുന്നത്. എന്താണെന്നറിയാമോ? വായ്പ നീ വാങ്ങും, തിരിച്ചു കൊടുക്കാൻ നിനക്ക് ഉണ്ടാകയില്ല. ഹല്ലേലൂയ. നിന്നെ ഹല്ലേലൂയ തലയല്ല നിന്നെ വാലാക്കും, അവർ നിന്റെ മേൽ തലയായിരിക്കും എന്ന് തുടങ്ങി. ഹല്ലേലൂയ. യഹൂദൻ ഇങ്ങനെ നിന്ദ്യമാകത്തക്കവണ്ണം, ചവിട്ടേൽക്കത്തക്കവണ്ണം അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ പ്രമാണത്തെ ലംഘിച്ചു കളഞ്ഞു. ഈ രാത്രി ഞാൻ ദൈവമക്കളോട് പറയുന്നു, ദൈവം നമുക്ക് തന്നിട്ടുള്ള പ്രമാണങ്ങൾ പ്രമാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനപ്രകാരം ദൈവമക്കൾ മുൻപോട്ട് ജീവിക്കുവാൻ തയ്യാറായാൽ ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ശത്രുവിന്റെ മേൽ നീ പരാജയമല്ല, നീ ജയഘോഷം കൊള്ളുവാൻ തക്കവണ്ണം ദൈവം നിന്നെ ഉയർത്തുമെന്ന് ഈ രാത്രി പന്തലും കീഴിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ദൈവമക്കൾ യോഗത്തിന് വന്നത്? ദൈവവചനം കേൾക്കാനാണെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രമാണം ദൈവമക്കൾ അനുസരിക്കുവാനാണ്. ഹല്ലേലൂയ. അത് എനിക്കും ബാധകമാണ്, നിങ്ങൾക്കും ബാധകമാണ്. ഹല്ലേലൂയ. ഈ പ്രമാണത്തിന് അവർ ലംഘനം വരുത്തിയതാണ്. ഹല്ലേലൂയ. ജാതികൾ അവരെ ഹല്ലേലൂയ കൂടെ കൂടെ തകർത്ത് കളവാൻ കാരണമായത്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഹല്ലേലൂയ ഞാൻ മുൻപോട്ട് പോകുന്നു. ഹല്ലേലൂയ. റോമാലേഖനത്തിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം 11-ാം അധ്യായം ഹല്ലേലൂയ 12-ാമത്തെ വാക്യം, 25-ാമത്തെ വാക്യം. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 24-ാമത്തെ വാക്യം. എന്നാൽ അവൻ വീഴേണ്ടതിനോ ഇടരുതെന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമല്ല. അവർ കെരൂ പരത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ. ജാതികൾക്ക് രക്ഷ വന്നു, ജാതികൾക്ക് രക്ഷ വന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ 3 കൂട്ടം കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് പറയാം. എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, ഒന്ന്, ജാതികളുടെ സമ്പത്ത്, ദ റിച്ചസ് ഓഫ് ദ ജെന്റൈൽസ്. ഹല്ലേലൂയ. രണ്ടാമത് ഹല്ലേലൂയ, ദ ടൈം ഓഫ് ദ ജെന്റൈൽസ്, ജാതികളുടെ കാലം. ഹല്ലേലൂയ. മൂന്നാമത്, ജാതികളുടെ പൂർണ്ണസംഖ്യ, ദ ഫുൾനെസ് ഓഫ് ദ ജെന്റൈൽസ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ 3 കൂട്ടം കാര്യങ്ങൾ ജാതികൾക്ക് 3 വിധത്തിൽ ഉയർച്ച വരുവാൻ യഹൂദനെ ദൈവം താഴ്ത്തിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഒന്ന്, ഹല്ലേലൂയ, ദ റിച്ചസ് ഓഫ് ദ ജെന്റൈൽസ്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ലോക ജാതികൾക്കൊക്കെ ഇത്രമാത്രം പണം, സമ്പത്ത് വർദ്ധിക്കുവാൻ എങ്ങനെ കാരണമായി? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. എന്താണ് ഓർപ്പിക്കുന്നത്? ഹല്ലേലൂയ, അവരുടെ ലംഘനം ജാതികൾക്ക് സമ്പത്ത് വർദ്ധിക്കാൻ കാരണമായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന്റെ ധനം, അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി. ഹല്ലേലൂയ. അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്ത് വർദ്ധിക്കാൻ കാരണമായി. കർത്താവിന് സ്തോത്രം. ലോകജാതികൾക്ക് ഇത്രമാത്രം സമ്പത്ത് വർദ്ധിക്കുവാൻ, അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇത്രമാത്രം ഹല്ലേലൂയ നന്മ പ്രാപിപ്പാൻ തക്കവണ്ണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, യഹൂദൻ ദൈവത്തോട് കാണിച്ച ലംഘനമാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, the time of the Gentiles. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 24-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. വിശദീകരിക്കാനുള്ള സമയക്കുറവ് കൊണ്ടാണ്. ലൂക്കോസ് സുവിശേഷം ഹല്ലേലൂയ 21-ാം അധ്യായം 24-ാമത്തെ വാക്യം. കണ്ടില്ലേ?
അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയുകയും ചെയ്യും. Praise the Lord. Praise the Lord. ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയും. യെരൂശലേമിന്റെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ വിസ്തീർണം 8.5 ഏക്കർ മാത്രമാണ്. Praise the Lord. യെരൂശലേമിന്റെ ഇപ്പോഴത്തെ വിസ്തീർണം 8.5 ഏക്കർ സ്ഥലമാണ്. അതിന്റെ ചുറ്റിലും 5 മലകൾ അതിന് ചുറ്റിലുമുണ്ട്. ഒന്ന് ഒർന്നാന്റെ കളം, ഗദസമന, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, ഹല്ലേലൂയ, പിന്നെ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, ഹല്ലേലൂയ. അതിനുശേഷം 5 മലകളെ സംബന്ധിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്നാമത്തേത് ഞാനിവിടെ ഓർപ്പിച്ചു, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, ഒർന്നാന്റെ കളം, ഹല്ലേലൂയ, ഗദസമന, കാൽവറി മല, ഹല്ലേലൂയ, മാത്രമല്ല മോറിയ മല. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ 5 മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് ഇപ്പോഴത്തെ യെരൂശലേം. ഈ മലകളൊക്കെ നേരത്തെ തന്നെ ഉള്ളതാണ്, അത് ഇപ്പോൾ വന്നതല്ല. ഹല്ലേലൂയ. ഇപ്പോഴത്തെ യെരൂശലേമിന് 8.5 ഏക്കർ വിസ്തീർണമാണ് ആകെ ഉള്ളത് എന്നാണ് ചരിത്രം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. കർത്താവിന് സ്തോത്രം. എന്താണ് ഈ 8.5 ഏക്കർ മാത്രം വിസ്തീർണമുള്ള യെരൂശലേമിന് ഇത്രമാത്രം ലോക ശ്രദ്ധ ആകർഷിക്കുവാൻ കാരണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ എവിടെല്ലാം എന്തുമാത്രം ഭൂപ്രദേശമുണ്ട്, ഹല്ലേലൂയ. എന്നാൽ യെരൂശലേമിന് മാത്രം ഇത്ര പ്രത്യേകത അർഹിക്കുവാൻ കാരണം എന്താണ്? ഹല്ലേലൂയ. അതായത് മക്കയും മദീനയും കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ഭൂപ്രദേശം യെരൂശലേമാണ്. ഞാൻ അതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ യെരൂശലേം പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങളെ മുഴുവൻ കീഴടക്കിയ ഒരു പ്രതീതി ലോകരാജാക്കന്മാർക്ക്, ലോക നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ BC 606 ബാബിലോൺ സാമ്രാജ്യം നെബൂഖദ്നേസർ യെരൂശലേമിനെ ആക്രമിച്ചു. മേദ്യ പാർസ്യ യെരൂശലേമിനെ ആക്രമിച്ചു. ഹല്ലേലൂയ. പിന്നെ യവന സാമ്രാജ്യം യെരൂശലേമിനെ ആക്രമിച്ചു. റോമ സാമ്രാജ്യം യെരൂശലേമിനെ ആക്രമിച്ചു. കർത്താവിന് സ്തോത്രം. 40-ലധികം ആക്രമണങ്ങൾ യെരൂശലേമിന് നേരെ കാലാകാലങ്ങളിലായിട്ട് ഉണ്ടായിട്ടുള്ളതായിട്ട് ചരിത്രം പ്രഘോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ 40-ലധികം ആക്രമണങ്ങൾ ഉണ്ടാകുകയും ഇത്രമാത്രം അപമാനിക്കപ്പെടുകയും ഇത്രമാത്രം ഹല്ലേലൂയ മുറിവേൽക്കപ്പെടുകയും ചെയ്ത ഒരു ജാതി ലോകത്തിലെവിടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകജാതികൾ ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ഹല്ലേലൂയ കൊലയ്ക്ക് വിധേയമായിട്ടുള്ളവരും, ഹിറ്റ്ലർ തന്നെ നമുക്കറിയാം 63 ലക്ഷം യഹൂദനെയാണ് ഹല്ലേലൂയ കൊന്നുകളഞ്ഞത്. ഇന്ത്യ രാജ്യത്ത് മാത്രമാണ് യഹൂദന് ഹല്ലേലൂയ ഒരു സുരക്ഷിതത്വം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. കൊച്ചിയിൽ താമസിക്കുന്നവർക്കറിയാം. ഹല്ലേലൂയ. കൊച്ചിയിൽ ഇപ്പോഴും ഇപ്പോഴുണ്ടോ യഹൂദന്മാർ? പ്രൈസ് ദി ലോർഡ്. ഉണ്ട്. ഹല്ലേലൂയ. പറവൂര് വടക്കൻ പറവൂര് ഹല്ലേലൂയ യഹൂദന്റെ ഒരു ആലയം ഉണ്ടായിരുന്നു. ഞാൻ ആലുവയിൽ ചെന്നടയ്ക്ക് ഒരു യഹൂദൻ ഹല്ലേലൂയ പറവൂര് താമസം ഉണ്ടായിരുന്നു. ഞാൻ അയാളെ ചെന്ന് കണ്ടു. ഞാൻ അയാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ഇത്ര വർഷം കഴിഞ്ഞിട്ടേ ഞങ്ങൾ മശിഹായെ അംഗീകരിക്കൂ, ഇപ്പോൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വ്യവസ്ഥയില്ല. ഹല്ലേലൂയ. മശിഹായെ അംഗീകരിക്കാതെ വന്നതും ന്യായപ്രമാണത്തിന്റെ ലംഘനവുമാണ് ഇത്രമാത്രം അവർ പീഡിപ്പിക്കപ്പെടുവാൻ കാരണമായത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് അവരോടുള്ള ഇടപെടൽ എന്തുമാത്രമാകുന്നു എന്ന് നമുക്ക് ഈ രാത്രി മനസ്സിലാക്കാൻ കഴിയും.